നമുക്കിന്ന് നാടൻ മാമ്പഴം ഇല്ലെങ്കിലും നമുക്ക് അതേ രുചിയിൽ എങ്ങനെ അടിപൊളിയായിട്ട് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ മാമ്പഴമാണ്. നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മാമ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് 5 ആളുകൾക്ക് നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പാകത്തിന് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. മാമ്പഴം അരിഞ്ഞെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, നിറമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, മാമ്പഴം വേകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇനി നമുക്ക് മാമ്പഴം വേകുന്ന സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചെറിയ ജീരകവും കൂടെ ചേർത്ത് നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല ഫൈൻ പേസ്റ്റാക്കി തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പഴം വേകുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുന്ന ഭാഗം കട്ടായിപ്പോയിട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. മാമ്പഴം നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമേ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ എടുത്ത ആ കപ്പിന് ഒരു 2.5 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം തീരെ കുറച്ചിടണം. ഇത് കടയിൽ നിന്ന് വാങ്ങിയ തൈരായതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം തീരെ കുറച്ചിടണം. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഈ സമയത്ത് പഞ്ചസാരയോ ഉപ്പോ വേണ്ടവർക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം ഉപ്പും ചേർത്തു, പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. മാമ്പഴപ്പുളിശ്ശേരി ആകുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അധികം മധുരം വേണ്ടാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് കടുക് വറുത്താലോ. അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ചു. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവ ചേർക്കാൻ മറക്കരുതേ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കടുക് വറുക്കണേ. ആവശ്യത്തിന് കറിവേപ്പിലയും. ഇവയെല്ലാം നന്നായി മൂത്ത ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി എത്ര പെട്ടെന്നാണ് റെഡിയായത്. ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് സമയം എടുക്കത്തില്ല ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഈ കറി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറുണ്ണാം. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.